അബിക ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീകളിലെ ഹാർട്ട് അറ്റാക്ക്, ഒരു കൈയിലൂടെ പ്രസരിക്കുന്ന നെഞ്ചുവേദന പോലെയുള്ള ഹൃദയാഘാത ലക്ഷണങ്ങൾ പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും എല്ലായ്പ്പോഴും ലഭിക്കുകയില്ല. ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ കൂടുതൽ കാലം ആശുപത്രിയിൽ കഴിയുന്ന പുരുഷന്മാരെക്കാൾ മോശമാണ് സ്ത്രീയുടെ അവസ്ഥ. ഹൃദ്രോഗമാണ് സ്ത്രീകളുടെ നമ്പർ 1 കൊലയാളി. ആയതിനാൽ സ്ത്രീകൾ മുന്നറിയിപ്പുകളും അടയാളങ്ങളും ലക്ഷണങ്ങളും പഠിക്കുകയും പതിവായി ഒരു ഡോക്ടറെ കാണുകയും ആ രോഗിയുടെ കുടുംബ ചരിത്രം പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഡോക്ടർ നരേഷ് ഗോയൽ പറയുന്നു, ആരോഗ്യമുള്ള സ്ത്രീകൾ പലപ്പോഴും ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളെ തെറ്റായി നിർണയിക്കുന്നു. കാരണം ഇത് അവർക്ക് സംഭവിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഹൃദയാരോഗ്യകരമായ ജീവിതശൈലി നയിക്കുന്നത്. ഹൃദ്രോഗത്തെയും പക്ഷാഘാതത്തെയും കുറിച്ച് അറിയേണ്ടതും അതുമായി ബന്ധപ്പെട്ട അപകട ഘടകങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും പ്രാധാന്യമായിരിക്കുന്നത്. മിക്ക ഹൃദയാഘാതങ്ങളും ആരംഭിക്കുന്നത് അസ്വസ്ഥതകൾ മാത്രം ഉളവാക്കുന്ന സൂക്ഷ്മമായ ലക്ഷണങ്ങളോട് കൂടെയാണ്. ഹൃദയാഘാതം ഹൃദയസ്തംഭനത്തിനുള്ള കാരണങ്ങൾ വർദ്ധിപ്പിക്കുന്നു. പനി, സമ്മർദ്ദം, ഉത്കണ്ഠ, ദഹനക്കേട് എന്നിവയെ അവഗണിക്കാതിരിക്കുന്നതാണ് ഉചിതം. മികച്ച മാനേജ്മെന്റും പ്രതിരോധവും പ്രായമായ സ്ത്രീകളിൽ ഹൃദയാഘാത നിരക്ക് കുറയ്ക്കുന്നതിന് കാരണമായി. എന്നിരുന്നാലും നിങ്ങൾ പ്രായപൂർത്തിയാകാത്ത ഒരു സ്ത്രീയാണെങ്കിൽ പ്രത്യേകിച്ച് അപകട സാധ്യതയുള്ള ഘടകങ്ങൾ സൂക്ഷിക്കുക. നിശബ്ദമായ ഹൃദയാഘാതം ഉൾപ്പെടെ ഹൃദയാഘാത നിരക്ക് യഥാർത്ഥത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നെഞ്ചുവേദന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഹൃദയാഘാതത്തിൽ ഏറ്റവും സാധാരണമായ ലക്ഷണമാണെങ്കിലും ഈ 5 ഹൃദയാഘാത ലക്ഷണങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അസാധാരണമായ ക്ഷീണം. പല സ്ത്രീകളെയും പോലെ നിങ്ങൾ മിക്കവാറും തിരക്കിലാണ്. നിങ്ങൾക്കൊരു കുടുംബത്തിനെ പരിപാലിക്കാം, ഒരു കുടുംബത്തെ നടത്താം, വീടിന് പുറത്ത് ജോലി ചെയ്യാം, പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കാം. നിങ്ങളും പലപ്പോഴും ക്ഷീണിച്ചിട്ടുണ്ടാകാം. മിക്കവാറും ഇത് സാധാരണമാണ്. എന്നാൽ പുതിയതോ തുടരെയാണെങ്കിൽ നിങ്ങൾ ക്ഷീണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ സാധാരണയായി വ്യായാമമോ ദിനചര്യമോ കഴിഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് ക്ഷീണിച്ചിരിക്കുന്നു. നിങ്ങൾ സ്വയം അധ്വാനിക്കുന്നില്ല, പക്ഷെ ക്ഷീണമോ കനത്ത നെഞ്ചുവേദനയും ഉണ്ട്. ലളിതമായ പ്രവർത്തനങ്ങൾ പോലും നിങ്ങളെ അധികമായി ക്ഷീണിപ്പിക്കുന്നു. നിങ്ങൾക്ക് അസാധാരണമായ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഉറക്ക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു. കഴുത്ത്, താടിയെല്ല് അല്ലെങ്കിൽ പുറം വേദന. പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് ഇത്തരത്തിലുള്ള വേദനകൾ കൂടുതലായി കാണപ്പെടുന്നത്. ആ വേദന അവരുടെ നെഞ്ചിനും ഇടത് കൈയിലും കേന്ദ്രീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ത്രീകളെ ഇത് ആശയക്കുഴപ്പത്തിലാക്കിയേക്കാം. അല്ലാതെ അവരുടെ പുറകിലോ താടിയെല്ലിലോ അല്ല. വേദന ക്രമേണയോ പെട്ടെന്നോ ആകാം. അത് തീവ്രമാകുന്നതിന് മുമ്പ് അത് വഷളായേക്കാം. നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ അത് നിങ്ങളെ ഉണർത്താനിടയാകും. നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത്, നിങ്ങളുടെ അരയ്ക്ക് മുകളിൽ ഏതെങ്കിലും സാധാരണ അല്ലെങ്കിൽ വിശദീകരിക്കപ്പെടാത്ത ലക്ഷണങ്ങൾ നിങ്ങൾ ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്യണം. അമിതമായ വിയർപ്പ്, ശ്വാസതടസ്സം. ഹൃദയാഘാതം ഉണ്ടാകുന്ന സ്ത്രീകൾക്കിടയിൽ അമിതമായ വിയർപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യായാമം ചെയ്യുമ്പോഴോ ചൂടിൽ പുറത്തുനിന്ന് സമയം ചെലവഴിക്കുമ്പോഴോ ഉള്ള വിയർപ്പിനേക്കാൾ സമ്മർദ്ദം മൂലമുണ്ടാകുന്ന വിയർപ്പ് പോലെ അനുഭവപ്പെടാം. അടുത്തതായി വയറുവേദന. ചില ആളുകളിൽ വയറുവേദന തെറ്റിദ്ധരിക്കും. അത് നെഞ്ചെരിച്ചിൽ, ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ വൈറൽ അൾസർ എന്നിവയ്ക്കൊപ്പം ഹൃദയാഘാതത്തെ സൂചിപ്പിക്കുന്നു. മറ്റു ചില സമയങ്ങളിൽ സ്ത്രീകൾക്ക് കടുത്ത വയറുവേദന അനുഭവപ്പെടുന്നു. നെഞ്ചുവേദന അല്ലെങ്കിൽ അസ്വസ്ഥത. ചില സ്ത്രീകളിൽ അത് പുരുഷന്മാരെക്കാൾ വ്യത്യസ്തമായി അനുഭവപ്പെടാം. ഒരു ഞരക്കമോ പൂർണ്ണമായ വേദനയോ അനുഭവപ്പെടാം. ഇടതുവശത്തു മാത്രമല്ല, നെഞ്ചിൽ മൊത്തത്തിലായും ഈ വേദന അനുഭവപ്പെട്ടേക്കാം. പണ്ടൊക്കെ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ടിരുന്നത്. മധ്യവയസ്സിലെ 35 മുതൽ 54 വയസ്സ് വരെ സ്ത്രീകളിൽ ഹൃദയാഘാതത്തിന്റെ വ്യാപനം വർദ്ധിച്ചു മെഡിക്കൽ സയൻസ് പറയുന്നു. സാമാന്യമായ പ്രായമുള്ള പുരുഷന്മാരിൽ ഇത് കുറഞ്ഞു. എന്നിരുന്നാലും ഇന്ത്യൻ ഹാർട്ട് അറ്റാക്ക് അസോസിയേഷൻ അനുസരിച്ച് പുരുഷന്മാരെക്കാൾ വളരെ മോശമായ സാഹചര്യത്തിൽ സ്ത്രീകളിൽ അവ പ്രത്യക്ഷപ്പെടാം. ഹൃദയാഘാതം ഒരു പ്രധാന ഹൃദയ സംബന്ധമായ അസുഖമാണ്. അത് കാലക്രമേണ സാവധാനത്തിൽ സംഭവിക്കുന്നു. ചികിത്സിച്ചില്ലെങ്കിൽ ഹൃദയാഘാതത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഹൃദയത്തിന്റെ വഷളായ അവസ്ഥയാണത്. വേദനാജനകവും ചികിത്സിക്കാൻ ചിലവേറിയതും കൂടാതെ ഹൃദയാഘാതം മാരകവുമായേക്കാം. ഹൃദയാഘാതം വരുമ്പോൾ സ്ത്രീകൾക്ക് കുഴപ്പമില്ലെന്ന് പൊതുവെയുള്ള തെറ്റായ ധാരണയാണ്. പ്രായമായ സ്ത്രീകൾ മാത്രമേ ഹൃദയാഘാതത്തെ കുറിച്ച് വിഷമിക്കാവൂ എന്നും വിശ്വസിക്കപ്പെടുന്നു. എന്നിരുന്നാലും ഹൃദയാഘാതം മൂലമുള്ള മരണനിരക്ക് സ്ത്രീകൾക്ക് കൂടുതലാണെന്ന് തെളിയിക്കുന്ന സ്ഥിതിവിവര കണക്കുകളും ഉണ്ട്. പുരുഷന്മാരിൽ 28.5% മരണങ്ങളും ഈ ഗ്രൂപ്പിലെ രോഗങ്ങൾ മൂലമാണ്. സ്ത്രീകളിൽ 29.8% മരണങ്ങളും ഈ ഗ്രൂപ്പ് മൂലമാണ്. സ്ത്രീകളിലെ ഹൃദയാഘാതം. സ്ത്രീയുടെ അണ്ഡാശയത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രോജൻ ഹൃദയത്തിന് വളരെ നല്ലതാണ്. സ്വാഭാവികമായി ഈസ്ട്രോജൻ ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് ഏജന്റായി പ്രവർത്തിക്കുന്നു. എന്നിരുന്നാലും ആർത്തവ വിരാമത്തിന് ശേഷം അണ്ഡാശയത്തിൽ ഈസ്ട്രോജൻ ഉത്പാദനം നിർത്തുന്നു. ആയതിനാൽ ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ ഹൃദയാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പിന്നീടുള്ള ഹൃദ്രോഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണമാണിത്. ആർത്തവ വിരാമത്തിന് ശേഷം ഈസ്ട്രോജന്റെ അളവ് കൂടുന്നതോടെ ഒരു സ്ത്രീയുടെ ഹൃദ്രോഗ സാധ്യത സമീപിക്കുക മാത്രമല്ല, സാമാന്യമായ അപകട സാധ്യതയുള്ള ഘടകങ്ങളെ ഒരു പുരുഷനെ മറികടക്കുകയും ചെയ്യുന്നുവെന്ന് IHA പറയുന്നു. സ്ത്രീകൾക്ക് 75 വയസ്സ് കഴിഞ്ഞാൽ ഇത് കൂടുതൽ വർദ്ധിക്കുന്നു. ആർത്തവ വിരാമത്തിന് ശേഷമുള്ള കൊളസ്ട്രോളിന്റെ അളവിലുണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കാം ഇതിന് കാരണം. കൊളസ്ട്രോളായ HDL-B-യുടെ കുറവുള്ളതിനാൽ ദക്ഷിണേന്ത്യൻ സ്ത്രീകൾക്ക് ഈ അവസ്ഥ മോശമാണ്. സ്ത്രീകളിൽ ഹൃദയാഘാതത്തിനുള്ള പ്രധാന അപകട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രമേഹം പുരുഷന്മാരെയും സ്ത്രീകളെയും ബാധിക്കുമ്പോൾ പ്രമേഹമുണ്ടെങ്കിൽ ഹൃദയസ്തംഭനത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രമേഹമുള്ള സ്ത്രീകൾക്ക് ഹൃദയാഘാതം ഉണ്ടെന്ന് തിരിച്ചറിയാൻ പോലും കഴിയില്ല. കാരണം സ്ത്രീകളിൽ ഹൃദയാഘാത ലക്ഷണങ്ങൾ വളരെ കുറവാണ്. 2. ആർത്തവ വിരാമം. നേരത്തെ വിശദീകരിച്ചതുപോലെ ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകൾ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഈസ്ട്രോജൻ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തുന്നു. ഗർഭം അലസൽ. ആവർത്തിച്ചുള്ള ഗർഭം അലസുന്ന സ്ത്രീകൾക്ക് ഹൃദയാഘാതത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് IHA പറയുന്നു. പാരമ്പര്യം. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഹൃദയരോഗത്തിന്റെ ചരിത്രമുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിനുള്ള അപകട സാധ്യത കൂടുതലുണ്ട്. എന്നിരുന്നാലും സ്ത്രീകൾക്ക് ഹൃദയാഘാതം പാരമ്പര്യമായി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഉദാസീനമായ ജീവിതശൈലി, മോശം ഭക്ഷണശീലങ്ങൾ, പുകവലി എന്നിവ പുരുഷന്മാരിലും സ്ത്രീകളും ഹൃദയാഘാതത്തിന് കാരണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.